ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ക്രിസ്തീയ ജീവിതം യഥാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഒരു വിശുദ്ധ ജീവിതം, അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കിട്ടും എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ആ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് കേൾക്കുകയും ചെയ്തല്ലോ. നമുക്ക് വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ തന്നെ വളരെ പരിചിതമായ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള, അറിയാവുന്ന ഒരു വാക്യം നമുക്ക് ഇന്ന് പ്രാരംഭമായിട്ട് വായിക്കാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 2 കൊരിന്ത്യർ 7-ന്റെ 1-ാമത്തെ വാക്യമാണ് ഞാൻ മലയാളത്തിൽ വായിച്ചത്. ഇവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിട്ടുപോയ ഒരു കൊച്ചു വാക്കുണ്ട്. അത് തുടക്കത്തിൽ 7-ന്റെ 1-ന്റെ തുടക്കത്തിലുള്ള therefore അല്ലെങ്കിൽ സിൻസ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രയോഗമാണ് മലയാളത്തിലെ വിട്ടുപോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? therefore, അതുകൊണ്ട്. അപ്പോൾ സത്യത്തില് ഇംഗ്ലീഷിനോട് ചേർന്ന്, ഇംഗ്ലീഷിൽ നിന്നാണല്ലോ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷാണ് കൂടുതൽ വ്യക്തതയോടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 7-ന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നാണ്. ഇവിടെ അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഈ 7-ന്റെ 1 തുടങ്ങുമ്പോൾ അത് കാണിക്കുന്നത് എന്താ? അത് കാണിക്കുന്നത് അതിന് മുകളിലുള്ള പറഞ്ഞ ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ട് അതുകൊണ്ട് എന്നുള്ളതാണ്. ഇവിടെ 6-ാം അധ്യായം, ഇതിൻ്റെ മുകളിലുള്ള അധ്യായം 6-ാം അധ്യായം, അതിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അതിൽ പറഞ്ഞേക്കുന്ന കാര്യത്തിൻ്റെ തുടർച്ചയും അതിൻ്റെ ഭാഗവുമാണ് 7-ന്റെ 1-ാമത്തെ വാക്യം. അല്ലെങ്കിൽ 6-ന്റെ 14 മുതൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ ഈ 7-ന്റെ 1-ാമത്തെ വാക്യത്തിൽ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്, അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 7-ന്റെ 2 മുതൽ പുതിയൊരു പാരഗ്രാഫാണ്. ചില ബൈബിളിൽ പുതിയൊരു സബ് ഹെഡിങ് ഒക്കെ കൊടുത്ത് ആ പാരഗ്രാഫ് തുടങ്ങുന്നത് നമുക്ക് കാണാം. ചുരുക്കത്തിൽ 6-ന്റെ 14 മുതൽ 7-ന്റെ 1 വരെ ഒന്നിച്ചൊരു യൂണിറ്റ് ആയിട്ട് നമ്മൾ കാണണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാ നമ്മളോട് പറയുന്നു, നമ്മൾ എന്ത് വേണം? നമ്മൾ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും. കന്മഷം എന്ന വാക്ക് പരിചിതമാണോ? മലയാളത്തിലെ നമുക്ക് മാലിന്യം എന്നോ മറ്റോ പറയാം. ജഡത്തിലെയും ആത്മാവിലെയും സകല മാലിന്യവും നമ്മൾ മാറ്റി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധി തികയ്ക്കണം എന്ന് കൊരിന്ത്യരോട് ഇവിടെ പറയുമ്പോൾ അത് മുകളിൽ പറഞ്ഞ ചില കാര്യങ്ങളോട് ചേർത്താണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മുകളിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളെ വീണ്ടെടുക്കുകയും തൻ്റെ സ്വന്തമാക്കി മാറ്റുകയും തൻ്റെ ഉടമസ്ഥത നമ്മുടെ മേൽ വയ്ക്കുകയും നമ്മളെ അംഗീകരിക്കുകയും ദൈവികമായ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ദൈവികമായ ഒരു വാസം നമ്മളോടൊപ്പം ആക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു നഖചിത്രമാണ് മുകളിലത്തെ വാക്യങ്ങളിൽ പറയുന്നത്. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം? ദൈവം ഇങ്ങനൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ നിലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിച്ച് ഈ നിലയിലൊക്കെ നിങ്ങളെ കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ ഒരു വിശുദ്ധ ജീവിതം, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും മാറ്റി സകല മാലിന്യവും മാറ്റി ഒരു വിശുദ്ധ ജീവിതം നയിക്കണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ആട്ടെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവ മുകളിൽ പറഞ്ഞിരിക്കുന്നത്? 6-ന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുമ്പോൾ അവിടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത 5 കാര്യങ്ങൾ വളരെ അത്ഭുതകരമായ
5 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 6-ാമധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 16-ാമത്തെ വാക്യത്തില് ദൈവത്തിന് വിഗ്രഹങ്ങളോട്, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു. അപ്പൊ എന്താ ഈ പറഞ്ഞേക്കുന്നത്? കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും ദൈവത്തിന്റെ ആലയമാണ്. ദൈവികമായ വാസം നമ്മിലുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മള് കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവർ പലരും പറയാറുള്ളത്, കർത്താവേ എൻ്റെ ഉള്ളിൽ കടന്നു വന്ന് എന്നിൽ വസിക്കണമേ. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തിൽ വന്ന് നമ്മിൽ വസിക്കും. ഇവിടെ ഇതാ 6:16 പറയുന്നു, നമ്മൾ എന്താണ്? നമ്മള് ദൈവത്തിന്റെ ആലയമാണ്, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവികമായ ഒരു വാസമുള്ള ആളുകളാണ് നമ്മൾ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായിട്ട് നമ്മൾ അതിനെ തുടർന്ന് അവിടെ തന്നെ 6:16 തന്നെ നമുക്ക് കാണാൻ കഴിയും, നമ്മള് ദൈവത്തിന്റെ ദൈവാലയത്തില് ദൈവത്തിന്റെ ആ നിലയിലുള്ള ആലയമായിട്ട് നമ്മൾ ആയിരിക്കുമ്പോ അവിടെ കണ്ടോ 6:16 അടുത്ത ഭാഗം, ഞാൻ അവരിൽ വസിക്കും. ദൈവത്തിന്റെ ആ നിലയിലുള്ള വാസം നമ്മിലുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴെ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒന്നാമത് നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്, അല്ലെങ്കിൽ നമ്മിൽ ദൈവാധിവാസമുണ്ട്, ഒരു ഡിവൈൻ ഡ്വെല്ലിംഗ് നമ്മിലുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് അവൻ നമ്മുടെ ഇടയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ദൈവികമായ സാന്നിധ്യം, ഒരു ഡിവൈൻ പ്രസൻസ് നമ്മിലുണ്ട്. കണ്ടോ, നമുക്ക് കിട്ടിയിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ പല നിലയിലാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ 6:16 ആ കൊട്ടേഷനിൽ തന്നെ, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് പറയുമ്പോൾ വലിയവനായ ദൈവം നമ്മുടെ ദൈവമാണ്, നമ്മൾ അവിടുത്തെ ജനമാണ് എന്ന് പറയുമ്പോൾ ദൈവികമായ ഒരു ഉടമസ്ഥതയാണ് അത് കാണിക്കുന്നത്. ദൈവികമായ ഒരു ഉടമസ്ഥത. അത് കഴിഞ്ഞ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ 17-ാമത്തെ വാക്യത്തില്, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ദൈവികമായ ഒരു അംഗീകാരം, ഒരു ഡിവൈൻ അക്സെപ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഒരു ഡിവൈൻ റിലേഷൻഷിപ്പിനെയാണ് അത് കാണിക്കുന്നത്, ഒരു ദൈവികമായ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ വേഗത്തില് നമ്മൾ കണ്ടത് ഒരു 5 കാര്യങ്ങളിലെങ്കിലും നമ്മൾ അനുഗ്രഹീതരാണ്. നമ്മൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അവിടുത്തെ മക്കളായി തീരുമ്പോൾ, അവിടുത്തെ പുത്രിപുത്രന്മാരായി തീരുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്ന് നോക്കുക. ദൈവികമായ ഒരു വാസം നമ്മിൽ ഉണ്ടാകും. ഞാൻ അവരിൽ വസിക്കുകയും, രണ്ടാമത് ദൈവികമായ ഒരു സാന്നിധ്യം, ഒരു ഡിവൈൻ പ്രസൻസ് നമ്മിൽ ഉണ്ടാകും. ഞാൻ അവരുടെ ഇടയിൽ നടക്കുകയും എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ രാവിലെ പാടിയ ഒരു പാട്ടില് 7 വിളക്കിന്റെ മധ്യത്തിൽ ശോഭാപൂർണനായി നടക്കുന്ന മാറത്ത് പൊൻകച്ച കെട്ടിയ ഒരുവനെ കുറിച്ച് നമ്മൾ പാടിയല്ലോ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം നമ്മുടെ മധ്യത്തില് 7 നിലവിളക്കുകളുടെ നടുവില് സഭയില് അവിടുന്ന് നടക്കുന്നു എന്ന് നമ്മൾ പാടി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ ദൈവികമായ ഒരു സാന്നിധ്യം, ഞാൻ അവരുടെ നടുവില് നടക്കുന്നു. അപ്പോ ദൈവം വസിക്കുന്നു, ദൈവം നമ്മിൽ നടക്കുന്നു. മൂന്നാമത്, ദൈവം നമ്മുടെ ദൈവവും നമ്മൾ അവിടുത്തെ ജനവുമായിരിക്കും. ദൈവികമായ ഒരു ഉടമസ്ഥതയെ കാണിക്കുന്നു. അതുപോലെ ഞാൻ അവരെ കൈക്കൊണ്ട്
ഞാൻ അവരെ കൈക്കൊണ്ട് എന്ന് പറയുന്നു. അതിന്റെ 17-ാമത്തെ വാക്യം, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. അപ്പൊ ദൈവം നമ്മളെ കൈക്കൊള്ളുന്നു, ഒരു ദൈവീകമായ ഒരു അംഗീകാരം ഉണ്ടാകുന്നു. ഒടുവിലായിട്ട് നമ്മൾ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾക്ക് പിതാവും, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് പറയുമ്പോൾ ആ നിലയില് ഒരു ദൈവീകമായ ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് ഇതാണ് കാണുന്നത്. 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദൈവികമായ വാസമുണ്ട്, ദൈവികമായ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ ഉടമസ്ഥത നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ അംഗീകാരം നമുക്കുണ്ട്, ദൈവവുമായിട്ടൊരു ബന്ധം, പുത്രീപുത്രന്മാർ എന്ന നിലയിലൊരു ബന്ധം നമുക്കുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്, ഇത്രയും കാര്യങ്ങള് എന്തോ ചെയ്യുന്നു? സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. 6-ാമത്തെ വാക്യത്തിന്റെ ഒടുവ് ഇതെല്ലാം പറഞ്ഞിട്ട് എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ അവിടെ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കുന്നത്? കാര്യം സത്യം പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ 5 കാര്യങ്ങൾ കേട്ടാൽ നമുക്കത് വിശ്വസിക്കാനായിട്ട് മനുഷ്യരെന്നുള്ള നിലയിൽ തോന്നുകയില്ല. മറ്റാർക്കും അറിയാവുന്നതിനേക്കാള് നമ്മളെ അറിയാവുന്നത് ആർക്കാ? ദൈവത്തെ ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് തന്നെ അറിയാവുന്നത്, അല്ലേ? നമ്മുടെ ഹൃദയത്തിലെ കുഴപ്പങ്ങള്, നമ്മുടെ ചിന്തകളിലെ അപഭ്രംശങ്ങള്, നമ്മുടേതായ തെറ്റുകള്, നമ്മുടേതായ ആ നിലയിലുള്ള നാട്യങ്ങളും അഭിനയങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആള് നമ്മൾ തന്നെ. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ നോക്കുമ്പോൾ ഇവിടെ ഇതാ പറയുന്നു, ദൈവം നമ്മളെ കൈക്കൊണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ വാസം നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്, ദൈവത്തിന്റെ ഉടമസ്ഥതയുണ്ട്, ദൈവികമായ ബന്ധമുണ്ട്, ദൈവത്തിന്റെ അംഗീകാരമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വല്ലതും നടക്കുന്നതാണോ? നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ സംശയിക്കും. അങ്ങനെ സംശയിക്കുന്നവരെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് എന്ന് അരുളി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പേടിച്ചു പോകണ്ട, നിങ്ങൾ എൻ്റെ മക്കളാണ്, നിങ്ങളിൽ ഞാൻ വസിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്വന്തമാണ് എന്നൊക്കെ പറയുന്നത് ആരാണ്? നമ്മളല്ല പറയുന്നത്, അല്ലെങ്കിൽ അത് നമ്മുടെ തോന്നലല്ല. നമുക്കങ്ങനെ തോന്നലുണ്ടെങ്കിലും ഇല്ലെങ്കിലും സർവശക്തനായ കർത്താവ്, ഓൾമൈറ്റി ഗോഡ്. ഞാൻ വായിച്ചിട്ടുള്ളത് ഓൾമൈറ്റി ഗോഡ് എന്നുള്ള പ്രയോഗം പുതിയ നിയമത്തിൽ 10 ഭാഗങ്ങളിലാണുള്ളത്. ഈ 10 ഭാഗങ്ങളിൽ 9 ഭാഗത്തും സർവശക്തനായ കർത്താവ് എന്ന പ്രയോഗം വെളിപ്പാട് പുസ്തകത്തിലാണ്. ഒരേ ഒരിടത്ത് മാത്രമേ വെളിപ്പാട് പുസ്തകത്തിന് പുറത്തുള്ളൂ. അതിവിടെ 6-ാമത്തെ വാക്യത്തില് സർവശക്തനായ കർത്താവ്, ഓൾമൈറ്റി ഗോഡ്. സഹോദര, നിനക്കങ്ങനെ തോന്നുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നീ കർത്താവിനെ സ്വീകരിച്ച് കർത്താവിന്റെ മകളായി തീർന്നപ്പോ ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവം അവിടുന്ന് പറയുന്നു, ഈ 5 അനുഗ്രഹങ്ങൾ നിനക്കുണ്ട് എന്ന് പറയുമ്പോ നമുക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്, ഒരു ദൈവികമായ യാഥാർത്ഥ്യമാണ് എന്ന കാര്യം നമുക്ക് ധൈര്യം തരട്ടെ. നമ്മൾ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് പലപ്പോഴും അങ്ങനെ നമ്മളങ്ങ് കേട്ടിരിക്കുന്നേ ഉള്ളൂ. സത്യത്തിൽ മറ്റു പലയിടത്താണെങ്കിൽ എന്ത് ചെയ്തേനെ, എല്ലാവരും കൈകൾ ഉയർത്തി, എത്ര വലിയൊരു കാര്യം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. നമ്മളിതൊക്കെ വളരെ ഇതിനൊക്കെ ഒരു അപ്പുറം കടന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ ഇതൊക്കെ ഉള്ളി സ്വീകരിച്ച് അങ്ങ് നിശബ്ദരായിരിക്കുക ചെയ്യുന്നത്. നോക്കുക, ഒരു കൊച്ചു കാര്യമാണോ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? വീണ്ടും ജനനം. ഒരു കൊച്ചു കാര്യമാണോ ഒരാള് പുതുതായിട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്ന് പറയുന്നത്? അല്ല. നമ്മൾ അതിനെ എങ്ങനെ കണ്ടാലും അദ്ദേഹം ഏറ്റു പറഞ്ഞതല്ലേ ഉള്ളൂ. വേണ്ടത്ര വ്യാകരണം ഒന്നും ശരിയായിട്ട് പറയാതെ വ്യാകരണ തെറ്റുള്ള ഒരു പ്രാർത്ഥനയല്ലേ പ്രാർത്ഥിച്ചുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനുഷ്യർ അതിനെ വിലയിരുത്തുന്നത്. എന്നാൽ ദൈവം അതിനെ എങ്ങനെയാ കാണുന്നത്? ദൈവം ഈ 5 നിലയിലും അതിനെ കണ്ട് ഈ 5 നിലയിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നു എന്നുള്ള കാര്യം എത്രയോ അത്ഭുതകരമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരാളും
നമ്മൾ ആരും ഒരു ചെറിയ ആളുകളല്ല. ഒരു അഹങ്കാരത്തിലേക്ക് തള്ളിവിടാനല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ദൈവികമായ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുക, നമ്മൾ ആരും ഒരു ചെറിയ ആളല്ല. ദൈവത്തിന്റെ സ്വന്തമാണ് നമ്മൾ. ദൈവത്തിന്റെ വാസം നമ്മിലുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ അംഗീകാരമുണ്ട്. ദൈവവുമായി ഒരു ബന്ധത്തിൽ, പിതൃപുത്ര ബന്ധത്തിൽ വന്നവരാണ് നമ്മൾ. ഏത് ദൈവം? ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് നിത്യനായ ദൈവം. ഇത് നമ്മുടെ ഒരു കഴിവുകൊണ്ടാണോ നമ്മൾ ഈ നിലയിലായത്? അല്ല. സർവശക്തനായ കർത്താവ്, ഓൾമൈറ്റി ഗോഡ്. ഇവിടെ നോക്കുക, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു. എന്നിട്ടാണ് 7:1 പറയുന്നത് therefore. മുകളിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തോ ചെയ്യണം? ഇതേവരെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാ പറഞ്ഞത്. അത് കഴിഞ്ഞേച്ച് പറയുന്നു, ഇനി പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങളുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം എന്ന് പറഞ്ഞാണ് ആ പാരഗ്രാഫ് അവസാനിക്കുന്നത്. അത് അധ്യായങ്ങളായിട്ട്, വാക്യങ്ങളായിട്ട് തിരിച്ചപ്പോ അത് പുതിയൊരു അധ്യായത്തിന്റെ ആദ്യ വാക്യമായി തീർന്നു എന്നുള്ളതേ ഉള്ളൂ. 7:1 സത്യത്തിൽ 6:18 ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണണം. അതുകൊണ്ട് ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളണം. നമ്മൾ ഓർക്കണം, നമ്മള് ഈ നിലയില് ഒരു വിശുദ്ധരാകാൻ വേണ്ടിയല്ല, നമ്മളൊരു വിശുദ്ധരാകാൻ വേണ്ടിയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മള് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും, നമ്മുടെ തന്നെ ഒരു പ്രവൃത്തി, അതിനെ ഉദ്ദേശിച്ചല്ല ഈ കാര്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളോട് ചേർത്ത് ഇങ്ങനെ പറയാം, നമ്മൾ ദൈവത്തിന്റെ ഒരു വാസസ്ഥലമാകാൻ വേണ്ടിയോ, ദൈവികമായ ഒരു സാന്നിധ്യം നമ്മിൽ ഉണ്ടാകാൻ വേണ്ടിയോ, ദൈവം നമ്മളെ കൈക്കൊള്ളാൻ വേണ്ടിയോ, ദൈവത്തിന്റെ പുത്രീപുത്രന്മാരാകാൻ വേണ്ടിയോ, ദൈവികമായ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയോ ആ നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല ഇവിടെ പറയുന്നത്. മറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? ദൈവം ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തോ വേണം? നമ്മള് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. വ്യക്തമായോ? ഞാനൊരു കഥ പറയാം. കഥകള് പറയുന്നത് എന്തിനാ? പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോ അത് വ്യക്തമാകാൻ വേണ്ടിയാ. ഒരു രാജകുമാരൻ, കഥകളിലെല്ലാം രാജാവും രാജകുമാരനും രാജ്ഞിയും ഒക്കെ ആണല്ലോ ഉള്ളത്. നമ്മുടെ കഥയിലും രാജകുമാരനാകട്ടെ. രാജകുമാരൻ കൊച്ചു പയ്യൻ, രാജകുമാരനാണേലും പയ്യനാ അല്ലേ? അവന് 6 വയസ്സുള്ള ഈ രാജകുമാരൻ തരം കിട്ടുമ്പോ ഒക്കെ രാജകൊട്ടാരത്തിന് വെളിയിൽ ചെന്ന് അവിടെ തെരുവിലുള്ള പിള്ളേരുമായിട്ട് കളിക്കുമായിരുന്നു. തെരുവിലുള്ള വെറും സാധാരണക്കാരായ പിള്ളേരുമായിട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം രാജകൊട്ടാരത്തിൽ നിന്നും മന്ത്രി ഇറങ്ങി വന്നു. മന്ത്രി ഇറങ്ങി വന്നപ്പം രാജകുമാരൻ ആരുമായിട്ടായി കളിക്കുന്നത്? ഈ തെരുവിലെ കുട്ടികളുമൊക്കെ ആയിട്ടാണ് ഈ രാജകുമാരൻ കളിക്കുന്നത്. അത് കണ്ടപ്പോ ഈ മന്ത്രി ഇവനെ വിളിച്ചു. പ്രായമുള്ള മന്ത്രി, മോനെ എങ്ങി വാ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നീ ഇങ്ങനെ ഈ സാധാരണ പിള്ളേരുടെ കൂടെ ഒക്കെ കളിച്ച് വഴക്കുമൊക്കെ ഉണ്ടാക്കി അവരുടെ കൂടെ ഓടിയും ചാടിയെല്ലാം ഇങ്ങനെ തെരുവിലെ ഒരു കുട്ടിയെ പോലെ ഇങ്ങനെ നടക്കണ്ട. കാരണം എന്താ? ഞാൻ നിന്നോട് പറയാം, നീ ഭാവിയില് ഇവിടുത്തെ രാജാവാകണ്ടവനാണ് നീ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, ഇങ്ങനൊക്കെ അല്ല ജീവിക്കേണ്ടത് എന്ന് മന്ത്രി ഇവന് പറഞ്ഞു കൊടുത്തു. അപ്പോ മന്ത്രിയോട് ചോദിച്ചു, അപ്പൊ അങ്കിളെ, ഞാൻ ഇവരുടെ കൂടെ കളിക്കാതൊക്കെ ഇരുന്നാൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയി ഈ തെരുവ് കുട്ടികളുടെ കൂടെ കളിക്കാതൊക്കെ ഇരുന്ന ഭാവിയിൽ എനിക്ക്
രാജാവാകാൻ ഒക്കുമോ, അങ്ങനെയാണോ അങ്ങ് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ മന്ത്രി പറഞ്ഞു, എടാ മോനെ, നീ ഇവരുടെ കൂടെ കളിച്ചാലും ഇല്ലെങ്കിലും നീ എന്തുവാണ്? കളിച്ചാലും ഇല്ലെങ്കിലും നീ ഭാവിയിലെ രാജാവാണ്. ആ ഭാവിയിലെ രാജാവായതുകൊണ്ട് നീ ഇപ്പോഴും ആ ഒരു മാന്യത സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ രാജാവാകാൻ വേണ്ടിയല്ല നീ ഇപ്പോ ഒരു നന്നായിട്ട് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞതുപോലെയാണ് സത്യത്തിൽ ഇത്. നമ്മള് ഈ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം മാറ്റുന്നത് എന്തിനു വേണ്ടിയാ? ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും ഈ കന്മഷം നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ അധിവാസം നമ്മുടെ മേലുണ്ടാകാനും ദൈവത്തിന്റെ അംഗീകാരം കിട്ടാനും ദൈവത്തിന്റെ മക്കളായി തീരാനും വേണ്ടിയാണോ? അല്ല, നേരെ തിരിച്ച. നമ്മൾ ഓൾറെഡി ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ വാസം നമ്മിലുള്ളത് കൊണ്ടും ദൈവം നമ്മുടെ മധ്യത്തിൽ നടക്കുന്നത് കൊണ്ടും അങ്ങനെ ദൈവത്തിന്റെ അംഗീകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? അതുകൊണ്ട് നമ്മള് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം മാറ്റി വിശുദ്ധിയെ തികയ്ക്കേണ്ടത് അതുകൊണ്ടാണ്. അല്ലാതെ വിശുദ്ധിയെ തികച്ച് ദൈവമകനാകാനല്ല. ദൈവമകൻ ആയതുകൊണ്ട് നീ വിശുദ്ധിയെ തികയ്ക്കുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഓൾറെഡി ഇതെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഈ മഹത്വം എല്ലാം ഉണ്ട്. അതുള്ളത് കൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം? അതിനോട് ചേർന്ന് നിങ്ങളും ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി വിശുദ്ധിയെ തികയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഈ കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും ഇതെല്ലാം സർവശക്തനായ ഒരു ഓൾമൈറ്റി ഗോഡ് നമ്മുടെ കൂടെ ഉണ്ട്. അവിടുന്ന് നമ്മളെ സഹായിക്കും. നമുക്ക് ഈ വാക്യത്തിലേക്ക് വളരെ വേഗത്തിൽ വരാം. നോക്കുക, ഇവിടെ കണ്ടോ, ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം, ജഡത്തിലെയും ആത്മാവിലെയും മാലിന്യം നമ്മൾ നീക്കി നമ്മളെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികയ്ക്കണം എന്ന് പറയുമ്പോൾ എന്താ ഈ ജഡത്തിലെ മാലിന്യം? എന്താ ആത്മാവിലെ മാലിന്യം? എന്താ? നമുക്കിങ്ങനെ പറയാം, ജഡത്തിലെ മാലിന്യം എന്ന് പറയുന്നത് ഈ ഭൗതികമായ വസ്തുക്കളും ആളുകളെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മള് അശുദ്ധിയും അധർമ്മവും അതുപോലെ ചില കാര്യങ്ങൾ തൊട്ടും പിടിച്ചും ഒക്കെ അങ്ങനെ ഈ ജഡം കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ, അതിന്റെ 6:14 മുതലുള്ള ഭാഗം നോക്കുക. ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളെന്താണ്? നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. അധർമ്മത്തിനുമായിട്ട് എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്ത് യോഗ്യത, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, എന്ത് ഓഹരി എന്നെല്ലാം നമ്മൾ ഇവിടെ കാണുന്നു. അപ്പൊ ഇവിടെ സത്യത്തിൽ ജഡത്തിലെ മാലിന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജഡത്തിലെ മാലിന്യം എന്ന് പറയുമ്പോൾ നമ്മൾ ജഡം കൊണ്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ, അതിൻ്റെ ഒരു ലിസ്റ്റ് സത്യത്തില് നമ്മൾ നോക്കുക. നമ്മൾ അവിടെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തില് നമ്മൾ അതിൻ്റെ ഒരു ലിസ്റ്റ് കാണുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ജഡത്തിലെ കന്മഷത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇവിടെ ഗലാത്യർ 5:19 പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തികൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദഗ്നവൃക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പൊ നോക്കുക, ശരീരത്തിന്റെ ഭാഗമായിട്ട് ജഡത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ക്രോധം, ശാഠ്യം, മദ്യപാനം, ഭിന്നത, അസൂയ, ദഗ്നവൃക്ഷം, ഇങ്ങനെയുള്ള ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഈ നിലയിലുള്ള കാര്യങ്ങളെയാണ് ജഡത്തിലെ കന്മഷം എന്ന് പറയുന്നത്. ആട്ടെ, ആത്മാവിലെ കന്മഷമോ?
ആത്മാവിലെ കന്മഷം എന്ന് പറയുമ്പോ ജഡം കൊണ്ട് ചെയ്യുന്ന ഈ കാര്യത്തിനപ്പുറത്ത് നമ്മള് ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോ ദൈവം നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈവമായിരിക്കണം. മറ്റു വിഗ്രഹങ്ങൾ നമുക്കുണ്ടാകരുത്. അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ഉണ്ടായാൽ അത് ആത്മാവിലെ കന്മഷമാണ്, ജഡം കൊണ്ടുള്ളതല്ല. അത് ആളുകൾക്ക് കാണാൻ ഒക്കുന്നതല്ല. ഇവിടെ ഇതാ നോക്കുക, അവിടെ നമ്മൾ മുമ്പേ വായിച്ച നമ്മള് വായിച്ച വാക്യത്തിലെ ഭാഗമായിട്ട് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 14 ജഡത്തിലെ കന്മഷത്തെക്കുറിച്ച് ചില സൂചനകൾ നമ്മൾ അവിടെ കണ്ടു. ഇരുള്, അശുദ്ധി എന്നൊക്കെ കണ്ടു. അതുപോലെ തന്നെ ആത്മാവിലെ കന്മഷത്തെക്കുറിച്ചും അവിടെ സൂചനയുണ്ട്. അവിടെ 15-ാമത്തെ വാക്യം കണ്ടോ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? ദൈവത്തിന്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളെ നമ്മൾ ദൈവമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഞങ്ങളാരും അങ്ങനെ കാണുന്നില്ല. ശരിയാണ്, മറ്റ് ദൈവങ്ങളെ ഒന്നും നമ്മൾ അവിടെ കൊണ്ടുവെക്കുന്നുണ്ടാവുകയില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെയാണോ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്വയമാണോ ദൈവത്തിന്റെ സ്ഥാനം എടുത്തേക്കുന്നത്? അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിലുള്ള മാന്യത എന്ന് പറഞ്ഞ ഒരു കാര്യത്തെയാണോ ഞാൻ ആരാധിക്കുന്നത്? ദൈവത്തെ ആരാധിക്കണമല്ലോ. അങ്ങനെ ഒരു വിഗ്രഹമാണോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്? അല്ലെങ്കിൽ പണസ്നേഹം, ആ ഒരു വിഗ്രഹമാണോ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട ആ സുപ്രീം പൊസിഷൻ ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ അത് ആത്മാവിലെ കന്മഷമായി തീർന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ ജഡം കൊണ്ട് ചെയ്യുന്ന ആ നിലയിലുള്ള ദുർനടപ്പ്, അശുദ്ധി, ഇതെല്ലാം നമ്മള് ജഡത്തിലെ കന്മഷമാണ്, അത് മാറ്റണം. കൊരിന്ത്യരോട് ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഇതിന്റെ മുമ്പിൽ പറഞ്ഞ ലേഖനം 1 കൊരിന്ത്യരില് ആ കൊരിന്ത്യ വിശ്വാസികളിൽ പലർക്കും പല നിലയിലുള്ള തെറ്റായ ഈ നിലയിലുള്ള ജഡത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായമൊക്കെ നമുക്ക് പരിചിതമാണ്. അവർ ജഡം കൊണ്ട് അതിലൊരാള് പ്രവർത്തിച്ച കാര്യങ്ങള്, അങ്ങനെ ജഡീയമായ പല അധർമ്മങ്ങളും ഈ കൊരിന്ത്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞാനത് വിശദമാക്കുന്നില്ല, നമുക്കറിയാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലൊക്കെ ധാർമ്മികമായ ഒരു വേർപാടില്ലാതെ ജീവിച്ചിരുന്ന സന്ദർഭം. അതെന്താ? അത് ജഡത്തിലെ കന്മഷം. എന്നാൽ ആത്മാവിലെ കന്മഷം എന്ന് പറഞ്ഞാലോ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ ആ സ്ഥാനത്ത് മറ്റു വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് വെച്ചാൽ അതിനെ ആത്മാവിലെ കന്മഷം എന്ന് പറയാനായിട്ട് കഴിയും. നമുക്കിത് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പലപ്പോഴും കർത്താവ് പറഞ്ഞ ഒരു ഉപമ നമ്മൾ ഉദാഹരണമായിട്ട് നോക്കാറുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് കർത്താവ് പറഞ്ഞ ഒരു ഉപമ, വളരെ പ്രശസ്തമായ ഒരു ഉപമയാണ്. എന്താ ആ ഉപമ? ധൂർത്തപുത്രന്റെ ഉപമയാണ്, മുടിയൻപുത്രന്റെ ഉപമ. മുടിയൻപുത്രന്റെ കഥ നമുക്കെല്ലാം അറിയാം. അതില് മുടിയൻപുത്രനെ, ആ ധൂർത്തപുത്രനെ, ആ ഇളയ പുത്രനെ ജഡത്തിലെ കന്മഷത്തിന് ഉദാഹരണമായിട്ട് വേദപണ്ഡിതന്മാര് പറയാറുണ്ട്. മൂത്തപുത്രനെ ആത്മാവിലെ കന്മഷത്തിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? 2 പേരെ കുറിച്ചാണല്ലോ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രന്റെ ഉപമയിൽ പറയുന്നത്. അതില് ആ ഇളയ മകൻ എന്തോ ചെയ്തു? അവൻ ചെയ്ത തെറ്റുകളെല്ലാം എന്തായിരുന്നു? ജഡവുമായി ബന്ധപ്പെട്ടതാ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തില് നമുക്കത് കാണാനായിട്ട് കഴിയും. അവന് തൻ്റെ മുതല് കൊണ്ടുപോയി അന്യദേശത്ത് കൊണ്ടുപോയി മോശമായ ജീവിതത്തിനായിട്ട് അതിനെ ധൂർത്തടിച്ചു. അതിനെക്കുറിച്ച് മൂത്ത മകൻ പിന്നെ പറയുന്നുണ്ട്, നിന്റെ മുതൽ വേശ്യമാരോടുകൂടെ തിന്ന് കളഞ്ഞ നിന്റെ മകൻ, അവൻ വന്നപ്പം നീ കൊഴുപ്പിച്ച കാളക്കുട്ടിയെ അറുത്തല്ലോ എന്ന് മൂത്ത മകൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ നോക്കുക, ഈ ഇളയ മകൻ ചെയ്ത തെറ്റ് എന്തായിരുന്നു?
ഇളയ മകൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ജഡത്തിലെ കന്മഷത്തിന് ഉദാഹരണം. ജഡം കൊണ്ട് ചെയ്യുന്ന ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുഷ്കാമം എന്നൊക്കെ നമ്മൾ മുമ്പേ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ച ആ കാര്യങ്ങളുമായിട്ടായിരുന്നു അവൻ ബന്ധപ്പെട്ടിരുന്നത്. അപ്പൊ ഇളയ മകൻ ചെയ്ത തെറ്റിനെ നമുക്ക് ജഡത്തിലെ കന്മഷം എന്ന് പറയാം. എന്നാൽ മൂത്ത മകനും ആ കർത്താവ് പറഞ്ഞ ഉപമയുടെ അവസാനത്തിൽ മൂത്ത മകനും എവിടെ നിൽക്കുക? വീടിനകത്ത് ചെല്ലാതെ അവൻ പുറത്ത് നിൽക്കുക. അവനെ തേടി പിതാവ് വീടിന് പുറത്ത് വരേണ്ടി വന്നു. അവനും പിതാവിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. അവന്റെ പ്രശ്നം എന്തായിരുന്നു? അവന്റെ പ്രശ്നം, പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ മൂത്ത മകന്റെ പ്രശ്നം നമുക്ക് കാണാനായിട്ട് കഴിയും. 15-ന്റെ 28-29 വാക്യങ്ങൾ. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സല്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പൊ അവൻ പറയുന്നു, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. നോക്കുക, നീ അപ്പനോട് സംസാരിക്കുമ്പോ അപ്പൻ വേറെയാണ്, അവനെ തന്നെ സംബോധന ചെയ്യുന്ന ഞാൻ, അപ്പനെ വിളിക്കുന്ന നീ. രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ മൂത്തപുത്രനെ കുറിച്ച് നമുക്ക് നല്ല ചിന്തകളുണ്ട്. അവന് മറ്റവനെ പോലെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവനും എന്തായിരുന്നു? അപ്പനിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. അവനും എന്തുണ്ട്? അവന് സ്വയനീതീകരണമുണ്ട്. സ്വയത്തില് ഉള്ള അവൻ്റെതായ ആ നിലയിലുള്ള മഹത്വം എടുക്കുന്ന സ്വഭാവം. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അപ്പനുമായിട്ട് അവനൊരു ചേർച്ചയില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം, ദൈവവുമായിട്ട് ആ നിലയിൽ അടുത്ത ബന്ധമില്ലാതെ ദൈവത്തിൽ നിന്നും മാറി ഒരു സ്വയനീതിയോടെ സ്വന്തം പ്രവൃത്തി നല്ലതായിട്ടൊക്കെ ചെയ്ത അതിൻ്റെ ഒരു പ്രശംസയോടെ നിൽക്കുന്ന ഈ മൂത്ത മകൻ ആത്മാവിലെ കന്മഷത്തിന് ഉദാഹരണമാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായോ? നമ്മുടെ ജീവിതത്തിലും ജഡത്തിലെ കന്മഷവും ഉണ്ടാകാം, ആത്മാവിലെ കന്മഷവും ഉണ്ടാകാം. ജഡത്തിലെ കന്മഷം അത് കൂടുതൽ പ്രകടമാണ്, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒക്കും. ജഡത്തിലെ കന്മഷം എന്തൊക്കെയാ? അശുദ്ധി, ദുഷ്കാമം, ധൂർത്തപുത്രൻ, ഇളയപുത്രൻ, അല്ലെങ്കിൽ മുടിയംപുത്രൻ ചെയ്ത ആ തെറ്റുകളൊക്കെ, ശരീരം കൊണ്ട് ചെയ്യുന്ന, ജഡം കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ. എന്നാൽ വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ജഡം കൊണ്ട് തെറ്റൊന്നും ചെയ്തില്ല. ഈ മൂത്തപുത്രൻ അവന്റെ ജഡം കൊണ്ട് ഒരു തെറ്റും ചെയ്തില്ല. അവൻ നല്ല പയ്യനായിരുന്നു, ആ നാട്ടുകാരുടെയൊക്കെ നോട്ടത്തിൽ വളരെ മാന്യനായിരുന്നു. പക്ഷേ അവനും സ്വയനീതീകരണവും സ്വന്തം പ്രവൃത്തിയിൽ പ്രശംസയും അവന്റെ പിതാവുമായിട്ടൊരു ചേർച്ചയില്ലാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. അത് കാണിക്കുന്നത് എന്താ? ദൈവത്തിന് കൊടുക്കേണ്ട ആ സ്ഥാനം കൊടുക്കാതെ നമ്മുടെ സ്വയനീതിയോ നമ്മുടെ സ്വയപ്രശംസയോ നമുക്കൊരു വിഗ്രഹമായിട്ട് വന്നാൽ അത് ആത്മാവിലെ കന്മഷമാണ്. ആത്മാവിലെ കന്മഷവും എന്ത് വേണം? നമ്മളിവിടെ 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തില് തുടക്കത്തിൽ വായിച്ച വാക്യത്തിൽ പറയുന്നത്, ജഡത്തിലെ കന്മഷം മാത്രം നീക്കിയാ പോരാ, ആത്മാവിലെ കന്മഷവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വാക്യം ഇതിന്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും ജഡത്തിലെ ഒരു കന്മഷം വന്നാൽ അത് കൂടുതൽ പ്രകടമാണ്. എന്നാൽ ആത്മാവിലെ കന്മഷം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ നമ്മുടെ പേരിനും നമ്മുടെ പ്രശസ്തിക്കും ദ്രവ്യാഗ്രഹത്തിനും ഒക്കെ നമ്മൾ 1-ാം സ്ഥാനം കൊടുത്താൽ അതെന്താ? ആത്മാവിലെ കന്മഷമാണ്. ആത്മാവിലെ കന്മഷവും എന്തു വേണം? നീക്കണം. നമുക്ക് ദൈവസന്നിധിയിലെ ഈ വാക്യങ്ങളുടെ മുമ്പാകെ നമ്മളെ തന്നെ ശോധന ചെയ്യാം. ദൈവം എന്നെ അവിടുത്തെ മകനാക്കി വിളിച്ചു, പുത്രീപുത്രന്മാരാക്കി തീർത്തു. ദൈവത്തിന്റെ വാസം എന്നിലുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എന്നിലുണ്ട്.
ദൈവത്തിന്റെ ഉടമസ്ഥത എന്നിലുണ്ട്, ദൈവത്തിന്റെ അംഗീകാരം എന്നിലുണ്ട്, ദൈവികമായ ഒരു ബന്ധം ഞാനും ദൈവവും തമ്മിലുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ എന്തോ വേണം? എൻ്റെ ആ പൊസിഷന്, ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്ന ആ സ്ഥാനത്തിനോട് ചേരത്തക്കവണ്ണം ഞാൻ എന്തോ വേണം? ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കണം. ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കേണ്ടത് എന്തുകൊണ്ടാ? ദൈവം ഓൾറെഡി എന്നെ ആക്കിയിരിക്കുന്ന ആ സ്ഥാനത്തോട് ഞാന് അതിനോട് നീതി പുലർത്താൻ വേണ്ടിയാ. രാജകുമാരനാകാൻ വേണ്ടിയല്ല നല്ലതായിട്ട് ജീവിക്കേണ്ടത്, രാജകുമാരനായതുകൊണ്ടാണ് നല്ലതുപോലെ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സർവശക്തനായ കർത്താവ് ഓൾമൈറ്റി ഗോഡ് നമ്മളെ ഇതിന് സഹായിക്കും. അപ്പൊ തന്നെ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടത് ജഡത്തിലെ കന്മഷത്തെ തിരിച്ചറിയുക, ആത്മാവിലെ കന്മഷത്തെ തിരിച്ചറിയുക. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിനെയും മാറ്റണം. ജഡത്തിലെ കന്മഷവും ആത്മാവിലെ കന്മഷവും രണ്ടും മാറ്റണം. 1 തെസ്സലോനിക്കറിൽ നമ്മളൊരു വാക്യം കാണുന്നുണ്ടല്ലോ. 1 തെസ്സലോനിക്കർ അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജഡത്തിലെ കന്മഷവും ആത്മാവിലെ കന്മഷവും എല്ലാം അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതെല്ലാം മാറ്റി ദൈവം തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്നാണ് അവിടെ പറയുന്നത്. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ, കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം എങ്ങനെയായിരിക്കണം? അനിന്യമായി, ഒരു നിന്ന പറയാനൊക്കാത്ത നിലയിൽ. എന്ന് വെച്ചാൽ അത് നമ്മുടെ ആത്മാവിലും പ്രാണലിലും ദേഹത്തിലും ഒക്കെ ആ വിശുദ്ധിയില് അവിടെ വെളിപ്പെടത്തക്കവണ്ണം ദൈവം ഇന്നേ നമ്മളെ കാക്കട്ടെ എന്നാണ് അവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കൽ സ്വർഗത്തിൽ നിൽക്കുമ്പോൾ, അല്ലെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും? നമ്മള് ആത്മാവും പ്രാണനും ദേഹവും അശേഷം കർത്താവിനെ പോലെ ആ നിലയിൽ കർത്താവാക്കി തീർക്കും. അങ്ങനെ നമ്മളെ അവിടെ നിർത്തും. അങ്ങനെ നിർത്തും എന്നുള്ളത് ശരിയായിരിക്കുമ്പോ തന്നെ നമ്മൾ എന്തോ വേണം? നമ്മൾ ഇന്നേ ആ നിലയില് നമ്മളെ തന്നെ ആ നിലയിൽ നിർമ്മലീകരിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് പരിചിതമായ വാക്യമാണല്ലോ 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിന്റെ അവിടെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം എന്തോ ചെയ്യും? അവനോട് സദൃശന്മാരാകും. കർത്താവ് വീണ്ടും വരുമ്പോ, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ സ്വർഗത്തിലാക്കുമ്പോ നമ്മൾ എന്തായിരിക്കും? കർത്താവിനോട് സദൃശന്മാരാകും. നമ്മുടെ പ്രാണനും ആത്മാവും ദേഹവും ഈ നിലയിലുള്ള ഇതെല്ലാം മാറി തേജസ്കരിക്കപ്പെട്ട ഒരു ദേഹത്തോടെ കർത്താവ് നമ്മളെ അവിടെ നിർത്തും. ശരിയാണ്. പക്ഷേ അത് ഭാവിയിൽ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തോ വേണം? അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, അടുത്ത വാക്യം 3-ാമത്തെ വാക്യം 1 യോഹന്നാൻ 3-ന്റെ 3-ാം വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമ്മളിപ്പോ തന്നെ നമ്മളെ നിർമ്മലീകരിക്കണം. കാരണം ദൈവം തന്റെ പ്രത്യക്ഷതയിൽ നമ്മളെ തന്നോട് സദൃശ്യന്മാരാക്കും. ആ ഒരു പ്രത്യാശയുള്ള നമ്മൾ ഇന്ന് നമ്മളെ തന്നെ നിർമ്മലീകരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ച വാക്യത്തോട് ചേർത്ത് നമുക്കിങ്ങനെ പറയാം, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മൾ ഇന്ന് തന്നെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മള് അതിനുവേണ്ടി നമ്മൾ എന്ത് വേണം? പല വാക്യങ്ങളും നമുക്കറിയാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ നോക്കുക. നമ്മൾ ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ.
ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. നാം ഇന്ന് തന്നെ ഈ നിലയിലുള്ള നമ്മുടെ ജഡത്തിലെ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് വേറെ വല്ലതിനെയും കൊണ്ടുവന്ന് വയ്ക്കുന്ന ആത്മാവിലെ ആ മാലിന്യം, ആ ആത്മാവിലെ കന്മഷത്തിന്, ഈ രണ്ട് കാര്യത്തെയും നമ്മൾ ഇവിടെ ഡീൽ ചെയ്യണം എന്നാണ് 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും നമ്മളോട് പറയുന്നത്. കൊലോസ്യർ 3:5-6. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, ജഡത്തിലെ ആ നിലയിലുള്ള കന്മഷങ്ങൾ. വിഗ്രഹാരാധന, കണ്ടോ, ആത്മാവിലെ കന്മഷം. ഈ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷത്തെ നമ്മൾ ഇന്നേ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. നമ്മള് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ അശുദ്ധമായ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ, ജഡത്തിലെ ഒരു കന്മഷം തലപൊക്കി നമ്മളത് തിരിച്ചറിയുമ്പോൾ എന്ത് വേണം? അയ്യോ, ഞാൻ ഇതുമായിട്ട് യോജിക്കുന്നില്ല, ഞാൻ ഇതിനെ സ്വീകരിക്കുന്നില്ല, ഞാൻ ഇതിനെ തള്ളിക്കളയുന്നു, ഞാൻ അങ്ങനെ ഒരു അശുദ്ധിയിൽ ആറാടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഞാൻ അതിനെ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മരിപ്പിക്കണം. ആത്മാവിലെ ഒരു കന്മഷം വന്നാൽ, ദൈവത്തെക്കാൾ കവിഞ്ഞ് വേറെ വല്ലതിനും സ്ഥാനം കൊടുക്കാനായിട്ടൊരു പ്രലോഭനം വന്നാൽ അതിനെയും മരിപ്പിക്കണം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം അതിനെ നമ്മൾ നീക്കി വെടിപ്പാക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, അടുത്ത വാക്യം, അതിൻ്റെ അടുത്ത് വേറൊരു പ്രയോഗം നമ്മൾ കാണുന്നു. സകല കന്മഷവും നമ്മൾ നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേച്ചു കൊള്ളണം. ദൈവഭയത്തിലേ നമുക്കിത് ചെയ്യാനൊക്കെ ഉള്ളൂ. കേവലം ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള നിലയിലല്ല. നമുക്ക് എന്താ വേണ്ടത്? ഒരു ദൈവഭയം. ആ ദൈവഭയത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കുന്ന കാര്യത്തിൽ നമുക്ക് ഉത്സാഹം വരികയുള്ളൂ. ദൈവഭയം ലഭിക്കാൻ എന്താ വേണ്ടത്? ദൈവഭയം ലഭിക്കാൻ വേണ്ടത് ദൈവം നമ്മെ കാണുന്നുണ്ട്, ദൈവത്തെ കബളിപ്പിക്കാനൊക്കെയില്ല എന്ന സത്യം നമ്മൾ ഓർക്കുകയും അംഗീകരിക്കുകയുമാണ് വേണ്ടത്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. എബ്രായർ 4:13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇവിടെ എന്താ പറയുന്നത്? ദൈവത്തെ കബളിപ്പിക്കാൻ ഒക്കുകയില്ലെന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സഹോദര, സഹോദരി, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നിന്റെ മനസ്സിലെ ദുഷിച്ച ചിന്തകള്, നിന്റേതായ തെറ്റായ അശുദ്ധിയുടേതായ ആ നിലയിലുള്ള പെരുമാറ്റം, ഇതെല്ലാം അത് പ്രകടമായിട്ട് പ്രവൃത്തിയായിട്ട് വന്നില്ലെങ്കിലും ചിന്തയായിട്ട് നീ അതിനെ താലോലിച്ചു കൊണ്ട് നടന്നാൽ അതും ദൈവത്തിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിന് അത് കാണാം. കണ്ടോ, ഇവിടെ കണ്ടോ, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇത് കാണുന്ന ദൈവത്തോടാണ് നമുക്ക് കാര്യമുള്ളത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ വന്നാൽ നമ്മൾ എന്തോ ചെയ്യും? നമ്മള് എപ്പോഴും ഒരു ദൈവഭയത്തിൽ ജീവിക്കും. എപ്പോഴും എന്തിനാ ദൈവഭയത്തിൽ ജീവിക്കുന്നത്? ദൈവഭയത്തിൽ മാത്രമേ വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് കഴിയുള്ളൂ. 2 കൊരിന്ത്യർ 7:1. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ആ ദൈവഭയം, ദൈവം നമ്മളെ കാണുന്നു. സദൃശവാക്യം 15:3 കണ്ടോ, യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, അവനെല്ലാം കാണുന്നു എന്നാണ് അവിടെ പറയുന്നത്. പല വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. 16-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം, യഹോവയെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എൻ്റെ മുമ്പിൽ ദൈവമുണ്ട്. ദൈവത്തിന് എൻ്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങള്, ചിന്തകള്, എൻ്റെ പെരുമാറ്റങ്ങളെല്ലാം ദൈവം കാണുന്നു എന്നാണ് അവിടുന്നും വ്യക്തമാകുന്നത്. നമുക്ക് പഴയ നിയമത്തിലെ ഒരു ദൈവഭക്തനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുള്ളതാ.
ആരാ? ദൈവം കാണുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടെ ജീവിച്ചിരുന്ന ഒരു പഴയ നിയമഭക്തൻ ജോസഫാണത്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. പൊത്തിഫേറിന്റെ ഭാര്യ അവനെ തെറ്റായ ഒരു പാപത്തിനായിട്ട് പ്രലോഭിപ്പിച്ചപ്പോ, തെറ്റായ വഴികളിൽ പോകാൻ, പാപം ചെയ്യാൻ അവനെ പ്രലോഭിപ്പിച്ചപ്പോ അവൻ എന്താ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 39-ന്റെ 9-ാമത്തെ നോക്കുക. മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്നാണ് ജോസഫ് മറുപടി പറയുന്നത്. അപ്പൊ പൊത്തിഫേറിന്റെ ഭാര്യ എന്തോ പറഞ്ഞു കാണും? അതിന് ദൈവം ഇത് വല്ലതും കാണുന്നു? വാതിൽ അടച്ചിരിക്കുക, വീട്ടിൽ ആരുമില്ല, ഒരു മനുഷ്യനുമില്ല, വാതിലും അടച്ചിരിക്കുക, ആരും കാണുന്നില്ല എന്ന് പറയുമ്പോ ജോസഫ് പറയുന്നു, അല്ല അല്ല, ഒരാൾ കാണുന്നുണ്ട്, ദൈവം. ദൈവത്തെ ഒളിച്ച് എനിക്ക് ഈ പാപം ചെയ്യാൻ കഴിയേയില്ല. കാരണം എന്താ? സകലവും അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഈ ദൈവഭയം, ദൈവം എന്നെ കാണുന്നു, ദൈവം സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു, അവനുമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത് എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഇതാ ഒരു പഴയ നിയമഭക്തൻ തന്നെ, ജോസഫ് തന്നെ ആ പാപം വിട്ടൊഴിഞ്ഞു മാറുന്നു. നമ്മുടെ ജീവിതത്തിലും ജഡത്തിലെയും ആത്മാവിലെയും കന്മഷത്തെ നമുക്ക് അതിനെ നീക്കി വെടിപ്പാക്കാൻ കഴിയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാ? ദൈവം നമ്മളെ കാണുന്നുണ്ട്. ദൈവത്തിനറിയാം. ദൈവത്തെ എനിക്ക് കബളിപ്പിക്കാനൊക്കെയില്ല. എൻ്റെ ഹൃദയത്തിലെ ഈ ചിന്തകൾ, എൻ്റെ ഈ താല്പര്യങ്ങൾ, ഇന്റർനെറ്റും ഒക്കെ തെറ്റായ പല കാര്യങ്ങൾ തെറ്റായ രീതിയിൽ ആരും കാണുന്നില്ല. വാതിലും അടച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ചിലര് അവരുടെ മൊബൈൽ ഫോണും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോ ആരും കാണുന്നില്ല. എല്ലാവരുടെയും മുമ്പിൽ ഒരു നല്ല വിശ്വാസിയുടെ ഒരു പരിവേഷമാണ് ഞാൻ കാഴ്ചവെക്കുന്നത്. പക്ഷെ ഒരാൾ കാണുന്നുണ്ട്. ആരാ? സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്ന അവനുമായിട്ടാകുന്നു കാര്യമുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ ദൈവഭയം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ആ ദൈവഭയത്തിൽ നമുക്ക് നമ്മുടെ ഈ ശാരീരികമായ ഈ ചോദനകളെ മരിപ്പിപ്പാൻ കഴിയും. അതേസമയം ദൈവത്തെ ആ നിലയിൽ ഗൗരവമായിട്ട് കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദൈവഭയം ഇല്ലെങ്കിൽ, ഈ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷത്തെ മരിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് ജാഗ്രത വരികയില്ല. കണ്ടോ, ഈ വാക്യത്തിൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. കണ്ടോ, ഇവിടെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. വിശുദ്ധിയെ തികയ്ക്കുന്ന കാര്യം ഇവിടെ നമ്മളോട് തന്നെ പറഞ്ഞേക്കുന്നത്. ആരാ ഇത് തികയ്ക്കേണ്ടത്? നമ്മൾ തന്നെ തികയ്ക്കേണ്ടത്. നമ്മൾ തന്നെ നമ്മെ തന്നെ വെടിപ്പാക്കേണ്ടത്. ദൈവം നമ്മളെ വെടിപ്പാക്കും. പക്ഷെ ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ എന്ത് വേണം? അതിൻ്റെ ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്താ. ദൈവമേ എന്നെ കഴുകണേ എന്ന് പറഞ്ഞ്. അത് തെറ്റാണ്. എൻ്റെ ജീവിതത്തിൽ ഈ ജഡത്തിലെ കന്മഷമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിലെ കന്മഷമുണ്ട് എന്ന് പറഞ്ഞ് ദൈവമേ എന്നെ വെടിപ്പാക്കണേ എന്നുള്ള ആ അപേക്ഷയുമായിട്ട് ചെല്ലാനുള്ള ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്താ വേണ്ടത് എന്നാണ് ഈ വാക്യം പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തേച്ചു കൊള്ളുക. വിശുദ്ധിയെ തേക്കേണ്ടത് ആരാ? മറ്റൊരാളല്ല, ദൈവമല്ല. നിങ്ങൾ തന്നെ അത് ചെയ്യേണ്ടത്. അടുത്തിരിക്കുന്ന സഹോദരനല്ല, നിങ്ങൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ചോദിക്കും, നമുക്ക് നമ്മളെ വെടിപ്പാക്കാൻ ഒക്കുമോ? ഇല്ല, നമ്മളെ വെടിപ്പാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ എനിക്ക് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കി ഒരു വെടിപ്പ് എനിക്ക് വേണം എന്നുള്ള ആഗ്രഹത്തോടെ, ആ അപേക്ഷയോടെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, ദൈവഭയത്തിൽ വിശുദ്ധിയെ തേച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് നിരന്തരം ചെയ്യണം. ഇതെന്നാ അവസാനിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ വെച്ച് പാപത്തിൽ നിന്ന് 100% മാറിയുള്ള ഒരു പെർഫെക്ഷനിലേക്ക് ആ നിലയിൽ എത്തിപ്പെടാനായിട്ട് നമ്മൾ കഴിഞ്ഞു എന്ന് വരികയില്ല. നമ്മൾ എന്ത് വേണം? പക്ഷെ അത് ലക്ഷ്യം വെച്ച് നിരന്തരം നമ്മളെ വിശുദ്ധിക്കായിട്ട് ഒരു ആഗ്രഹവും അതിനായിട്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്നുള്ള അപേക്ഷയും
ഉണ്ടാകണം. നമ്മളാണ് അത് ചെയ്യേണ്ടത്. അതൊരു നിരന്തര പ്രക്രിയയാണ്. നമ്മുടെ മരണം വരെ, അല്ലെ കർത്താവിന്റെ രണ്ടാം വരവ് വരെ നിരന്തരമായ ഒരു നിലവിളി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രകടമായ തെറ്റുകൾ ഒന്നും ചെയ്യുന്നുണ്ടാവുകയില്ല. ആളുകളൊക്കെ നമ്മളെ ഒരു വിശുദ്ധനെന്ന് പറഞ്ഞെന്നിരിക്കും. എങ്കിലും ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ, പറഞ്ഞ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ചിലതിന്റെ ഇന്റൻഷൻ, അതിന്റെ ഉദ്ദേശ്യം, അതിന്റെ ലക്ഷ്യം നമ്മൾ ദൈവിക വെളിച്ചത്തിന്റെ മുമ്പാകെ കാണുമ്പോൾ, അയ്യോ ഞാൻ എന്തൊരു സ്വാർത്ഥന, ഞാൻ എൻ്റെ ഒരു പേരിന് വേണ്ടിയാ അങ്ങനെയൊക്കെ ചെയ്തത്, ആളുകളുടെ മുമ്പാകെ ഒരു നല്ല പേര് കിട്ടാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ പറഞ്ഞത്. എപ്പോഴാ ഇത് മനസ്സിലാകുന്നത്? സാധാരണ ആളുകൾക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ നമ്മൾ ദൈവിക വെളിച്ചത്തിൽ ജീവിക്കുന്നത് ഒരു സ്ഥിരം സ്വഭാവമായാൽ നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? നിരന്തരം നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷത്തെക്കുറിച്ച് വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോ ദൈവത്തിന്റെ അടുത്ത് ചെന്ന് നമ്മളെ തന്നെ വെടിപ്പാക്കുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ആ കാര്യം നമ്മൾ തന്നെ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദൈവഭയത്തിൽ വിശുദ്ധിയെ തേച്ചുകൊള്ളുക. നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഇച്ഛ വയ്ക്കണം. അതിനായിട്ട് ഇതാണ് ദൈവം ഇന്ന് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കാനാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നൊരു ബോധ്യത്തോടെ നമ്മൾ 1 യോഹന്നാൻ 3:3 പറഞ്ഞതുപോലെ ഈ പ്രത്യാശയുള്ളവൻ അവനെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കാര്യം നമ്മൾ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇച്ഛ വെക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഒരു പിന്മാറ്റാവസ്ഥയിലേക്ക് പോയി. സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് തനിക്കുണ്ടായ ആ പിന്മാറ്റത്തെക്കുറിച്ച് ഒരു ദുഃഖമുണ്ട്. ഞാൻ എന്നാലും ഇങ്ങനെയൊക്കെ പിന്മാറിപ്പോയല്ലോ, ഇനി ഞാൻ എന്തോ ചെയ്യും? ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാൻ കർത്താവിനെ അറിഞ്ഞും ദൈവസഭയെ വന്നതിന് ശേഷവും ഇന്നിന്ന കാര്യങ്ങളൊക്കെ, ജഡത്തിലെ കന്മഷം, ആത്മാവിലെ കന്മഷം, അതൊക്കെ ഉണ്ടായല്ലോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. പക്ഷേ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, ആ കുറ്റബോധവും കൊണ്ട് ഇരുന്നാൽ രക്ഷപ്പെടുകയില്ല. നമ്മൾ മുമ്പേ പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ആ മുടിയൻ പുത്രന്റെ അനുഭവം തന്നെ നോക്കുക. ആ മുടിയൻ പുത്രന്റെ അനുഭവത്തില് അവന് എന്തുണ്ടായി? അവനൊരു കുറ്റബോധമുണ്ടായി. അവന് അതിന്റെ 17-ാം വാക്യം, ലൂക്കോസ് 15:17. അപ്പോഴവന് സുബോധം വന്നപ്പം അപ്പന്റെ മുതല് ഞാൻ ഈ നിലയിൽ നശിപ്പിച്ചു കളഞ്ഞല്ലോ, ഞാൻ ഈ നിലയിൽ എൻ്റെ ജഡീകമായ ഉല്ലാസത്തിന് വേണ്ടി ഇതെല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നൊരു കുറ്റബോധം അവന് വന്നു എന്നാണ്, അവനൊരു സുബോധം വന്നെന്നാണ് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്നാ 18-ാമത്തെ വാക്യത്തിലോ, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോടും ചെന്ന് മാപ്പ് പറയും എന്ന് പറഞ്ഞിട്ട് എന്നവന് 18-ാമത്തെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരിക്കുകയാണോ? പന്നിയെ മേയിച്ചുകൊണ്ട് പിന്നെ അവിടെ ഇരിക്കുകയാണോ? അല്ല. കാര്യങ്ങളെ വ്യത്യാസമാക്കിയ ഒരു സംഭവം അതിന്റെ 20-ാമത്തെ വാക്യമാണ്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു കുറ്റബോധം തോന്നിയത് കൊണ്ട് കാര്യം വ്യത്യാസമാവുകയില്ല. മുടിയൻ പുത്രന് കുറ്റബോധം തോന്നി, പക്ഷേ സുബോധം വന്നു, ശരിയാണ്. പക്ഷെ ആ സുബോധം വന്നതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കാനായിട്ട് എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ആ 20-ാം വാക്യമാണ് കാര്യങ്ങളെ വ്യത്യാസമാക്കുന്നത്. ഞാൻ ഈ പ്രിയ സഹോദരനോട് പറഞ്ഞു, സഹോദര, നിങ്ങൾ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ ദിവസമായിട്ട് കുറ്റബോധത്തിൽ ഇരിക്കുന്നു. എനിക്കിനി രക്ഷയുണ്ടോ,
ഞാന് ചെന്നാല് എങ്ങനാ? നിങ്ങള് ഈ മുടിയൻ പുത്രനെ പോലെ നിങ്ങൾക്കൊരു കുറ്റബോധമുണ്ടെങ്കിൽ അതിനെ തുടർന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ഇച്ഛയുടെ ഒരു കാൽവയ്പ. സ്വന്തം ഇച്ഛ വെക്കണം. ഞാൻ മടങ്ങി എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കണം. പന്നി അടിക്കാനുള്ള വടിയൊക്കെ ദൂരെ ഇട്ട് ചാടി എണ്ണീറ്റ് അപ്പന്റെ വീട്ടിലേക്ക് നടന്നു തുടങ്ങണം. അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകാതെ, ഇച്ഛയുടെ ആ ഒരു കാൽവയ്പ് ഉണ്ടാകാതെ വെറുതെ ഇരുന്ന് വിഷമിച്ചാൽ പ്രയോജനമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ പോയി ദൈവത്തോട് ക്ഷമ പറയുക. കർത്താവേ, എനിക്കങ്ങനെ സംഭവിച്ചു പോയി, ഞാനിപ്പോ എൻ്റെ അവസ്ഥ കാണുന്നു എന്ന് പറഞ്ഞ് ആ നിലയിൽ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. ആ മടങ്ങിച്ചെല്ലലില്ലാതെ വെറും ഒരു കുറ്റബോധത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തളച്ചിട്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് ഞാൻ ആ പ്രിയപ്പെട്ടവനോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ കുറിച്ച് നമുക്ക് നിരന്തരം വെളിച്ചം കിട്ടുന്നു. വെളിച്ചം കിട്ടുമ്പോൾ അയ്യോ, ഇങ്ങനെയൊക്കെ പിന്നെയും വന്നു പോയല്ലോ, ഇനി ശരിയാകുകയില്ല എന്നൊക്കെ ഒരു സ്വയാനുകമ്പയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കുറ്റബോധമോ മാത്രം കൊണ്ട് അവിടെ നിൽക്കരുത്. അവിടെ നിന്നാൽ കാര്യം വ്യത്യാസമാവുകയില്ല. മറിച്ച് ആ കുറ്റബോധം ഉണ്ടാകുമ്പോൾ എഴുന്നേറ്റ് സ്വർഗീയ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലണം. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയാൻ അപ്പന്റെ അടുത്തേക്ക് നടന്നു തുടങ്ങണം. അപ്പോൾ മാത്രമേ ഈ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം യേശുവിന്റെ രക്തം വെടിപ്പാക്കുകയുള്ളൂ. ഇന്ന് പല പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ പലർക്കും ചില കുറ്റബോധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയല്ല അതിന്റെ അവസാനം. സഹോദരൻ, നിനക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരു കുറ്റബോധമുണ്ടോ? അത് വെടിപ്പാക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ. കേവലം ഒരു ആഗ്രഹം, നല്ല ആഗ്രഹം കൊണ്ട് കാര്യം നടക്കുകയില്ല. മറിച്ച് എന്ത് വേണം? എഴുന്നേൽക്കണം. എഴുന്നേറ്റ് അപ്പന്റെ അടുത്ത് ചെന്ന് പറയണം, പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ഒരാളോട് കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ക്രമീകരിക്കണം. സഭയിൽ എഴുന്നേറ്റ് ആ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് പറയണം. അങ്ങനെ പ്രായോഗികതയുടെ ഒരു ചുവടുവയ്പ് ഉണ്ടാകണം. ഇച്ഛയുടെ ഒരു കാൽവയ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മുടിയൻപുത്രന്റെ ജീവിതത്തിൽ അതുണ്ടായി എന്നാണ്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മളെ തന്നെ വെടിപ്പാക്കാൻ നമുക്ക് കഴിയുന്നത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താ നമ്മൾ ഇത്രയും നേരം എന്താ ചിന്തിച്ചത്? നമ്മൾ ചിന്തിച്ചത് ഒരു വിശുദ്ധ ജീവിതത്തിൽ 2 തരത്തിലുള്ള ക്ലൻസിങ് ആവശ്യമുണ്ട്. ജഡത്തിലെയും ആത്മാവിലെയും കന്മഷത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദൈവഭയത്തിൽ ഇങ്ങനെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം മാറ്റേണ്ടത്? എന്തുകൊണ്ടാ? ദൈവം നമ്മളെ തൻ്റെ പുത്രീപുത്രന്മാരാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ വാസം നമ്മിലുണ്ട്. ദൈവത്തിന്റെ ഉടമസ്ഥത നമ്മുടെ മേലുണ്ട്. ദൈവം നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെയാണ് നമ്മളെ ആക്കിയിരിക്കുന്ന ആ സ്ഥാനത്തിന് ഒപ്പം ആകാൻ വേണ്ടിയാണ്. രാജകുമാരനാകാൻ വേണ്ടിയല്ല, രാജകുമാരനായതുകൊണ്ടാണ് രാജകുമാരന്റെ മാന്യതയോടെ നമ്മൾ പെരുമാറേണ്ടത്. സഹോദര, ഒരു വിഷമമില്ലാതെ നമ്മൾ ഈ കാര്യങ്ങളെ കാണണം. ദൈവം നമ്മളെ ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നു. ആ സ്ഥാനത്തിന് ചേർന്ന വിധമായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ നമ്മളെ അവിടുത്തെ മക്കളാക്കിയിരിക്കുമ്പോഴും നമ്മൾ ജഡത്തിലും ആത്മാവിലും ഉള്ള കന്മഷങ്ങളിൽ മുഴുകി കഴിയരുത്. കാരണം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തിന് ഈ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം യോജിക്കുന്നതല്ല. ആട്ടെ, അത് മാറണമെങ്കിൽ നമ്മുടെ ഭാഗത്തൊരു ഉത്തരവാദിത്വമുണ്ട്. ജഡത്തിലെ കന്മഷം ആത്മാവിലെ കന്മഷം തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവഭയത്തോടെ, ദൈവത്തെ എനിക്ക് കബളിപ്പിക്കാനൊക്കെയില്ല, എല്ലാം ദൈവം കാണുന്നു. ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവനുമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത് എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ ഒരു പശ്ചാത്താപം ഉണ്ടാകണം. കേവലം പശ്ചാത്താപം മാത്രം ഉണ്ടായാലും പോരാ. പശ്ചാത്താപത്തിന്റെ അടിസ്ഥാനത്തിൽ
ഈ ജഡത്തിലെ ആ കന്മഷങ്ങളെ മരിപ്പിക്കണം. ആത്മാവിലെ കന്മഷങ്ങളോട് വിട പറയണം. കർത്താവിന്റെ അടുത്ത് ഈ കാര്യങ്ങളുമായിട്ട് ചെല്ലണം. അവിടുത്തെ രക്തത്താലുള്ള കഴുകല് നമ്മൾ പ്രാപിക്കണം. അങ്ങനെ നിരന്തരം ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. ജയകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദൈവികമായ വെളിച്ചത്തിൽ, ദൈവത്തിന്റെ ആ വെളിച്ചത്തിൽ നമ്മുടെ കുറവുകളെ കാണുമ്പോൾ അതിൻ്റെ മുമ്പാകെ നമ്മൾ നിരന്തരം കഴുകൽ പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന അത്തരം ഒരു ജയകരമായ ജീവിതത്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെ നമ്മൾ കണ്ട കാര്യങ്ങളായിരിക്കേയില്ല, കുറവുകളായിരിക്കേയില്ല നാളെ നമ്മൾ കാണുന്നത്. കൂടുതൽ സട്ടിലായ പല കാര്യങ്ങൾ ദൈവിക വെളിച്ചത്തിൽ നമ്മൾ കാണാനിടയാകും. അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ലക്ഷ്യമെന്താ? ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക എന്നുള്ളതാണ്.